അപ്പോൾ ഈ ഓർഡർ നമ്മൾ ഗംഭീരമായി പൂർത്തിയാക്കി. അടുത്ത ഓർഡർ വന്നിരിക്കുന്നത് ആമസോണിൻ്റെ ഓർഡറാണ്. ആമസോണിൻ്റെ ഓർഡർ ആകുമ്പോഴത്തേക്ക് ഇത് സാധാരണ ലോക്കാണ്. നമുക്കിത് ഇങ്ങനെ ഓപ്പണാക്കിയാൽ ഇത് പൊക്കി കഴിഞ്ഞെടുക്കാം. എന്നിട്ട് ആമസോണിൻ്റെ ഓർഡർ ആകുമ്പോൾ നമുക്ക് ഇത് കണക്കത്തെ സെക്യൂരിറ്റി ടാഗ് കാണും. കേബിളെന്ന് പറയുന്നത് ഞങ്ങൾ ഈ കേബിള് ഈ ഹോളുണ്ട്, ഈ ഹോളിൻ്റെ അകത്തൂടെ ഫുള്ളിട്ട് ലോക്ക് ചെയ്യണം. ഫുള്ളിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇളക്കാൻ പറ്റത്തില്ല. ഇത് പൊക്കിയാൽ മാത്രമേ ഇത് ഇളക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ഈ ഫുള്ള് സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യണം. രണ്ട് സൈഡും ഉണ്ട്, അപ്പുറ സൈഡും ഉണ്ട് ഇപ്പുറ സൈഡും ഉണ്ട്. രണ്ട് സൈഡ് നമ്മൾ അറ്റാച്ച് ചെയ്യണം. എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ലോഡ് കയറ്റിയതിന് ശേഷം അവർ സീല് ചെയ്യും. ഇതയ്ക്കുന്നതാണ് ഫുള്ള്. ഇതുപോലെ നമ്മൾ അപ്പുറ സൈഡും ഫുൾ അറ്റാച്ച് ചെയ്യണം. എന്നിട്ട് എൻ്റെ കേബിൾ വരും. ആ എൻ്റെ കേബിളിൽ ഈ എൻ്റെ കേബിൾ തൽക്കാലത്തേക്ക് ഇവിടെ ലോക്ക് ചെയ്തൊക്കെയാണ്. ഇതിന് ശേഷം അപ്പോൾ ഇവിടെ ഹോളുണ്ടാവും. ഇത് ബാക്ക് ഡോറിൻ്റെ ഇതാണ്. ഈ രണ്ട് ഹോളിലൂടെ ഇട്ട് അപ്പുറത്തെ സൈഡിൽ ഈ രണ്ട് ഹോളിലൂടെ ഇട്ട് ഇവിടെ കൊണ്ടുവന്ന് ലോക്ക് ചെയ്ത്. അതാണ് ആമസോണിൻ്റെ പ്രൊസീജിയർ. അങ്ങനെയാണ്. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. പക്ഷേ ഇളക്കി പിന്നെ ഇട്ട് ഇളക്കി പിന്നെ ഇട്ട് ഇളക്കി പിന്നെ ഇട്, അതാകുമ്പോൾ നമുക്ക് തലവേദന. ചിലപ്പോൾ ഇന്ന് ആമസോൺ ആയിരിക്കും, ചിലപ്പോൾ നാളെ പോകുമ്പോൾ വേറെ ഏതെങ്കിലും ഓർഡർ ആയിരിക്കും. പിന്നെ നമ്മളിത് ഇളക്കി പിന്നെ ഇട്ട് പിന്നെ ഹോളി കൂടെ, അതൊക്കെ തലവേദന കേസ്. സിമ്പിളാണ്, പക്ഷേ അലമ്പുമാണ് ചില നേരത്ത് തന്നെ ആലോചിക്കുക. ആമസോണിൻ്റെ ഓർഡർ ആകുമ്പോഴത്തേക്ക് വലിയ സീനൊന്നുമില്ല, കൊണ്ടുപോയി ബാക്കപ്പ് ചെയ്തിടുക, റെസ്റ്റ്. ഇങ്ങനത്തുള്ള നമുക്ക് ശരീരം വേണമെങ്കിൽ ചെയ്യാം. ചില ഓർഡർ ആമസോൺ ഇങ്ങനെയൊക്കെ മാറി തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് വേണ്ടായിരുന്നു എന്ന് തോന്നും. അപ്പോൾ കാണാം.